ജയാസ് വെറൈറ്റി വ്ലോഗ്സിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഫുൾ നിങ്ങളുമായിട്ട് സംസാരിക്കും കേട്ടോ. സംസാരം മാത്രമേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ. വലിയ വിശേഷങ്ങളാണ് ഇന്നത്തെ വിശേഷങ്ങളെ. അതെന്താ വിശേഷങ്ങൾ നോക്കണം. ഇന്നത്തെ ഈ കമ്മലിയെ മാറിയിടാനും കാരണമുണ്ട് കേട്ടോ. എന്താ വലിയ കാരണം എന്നൊക്കെ നിങ്ങൾ നോക്കണം ഞാൻ എൻ്റെ വീഡിയോയിൽ. അപ്പം ഇന്നത്തെ വീഡിയോ അതൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോയുടെ ഏക ലക്ഷ്യം. അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പൊ നമുക്ക് അങ്ങ് വീഡിയോയിലോട്ട് അങ്ങ് പോയേക്കാം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളുമായിട്ട് കുറച്ച് നേരം ഒന്ന് വർത്താനം പറയാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇന്ന് കുറേ നാളായില്ലേ ഈ ജലദോഷം എന്നും ജലദോഷം എല്ലാവരും ചോദിക്കുന്നുണ്ടല്ലോ. എൻ്റെ സബ്സ്ക്രൈബേഴ്സായ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ എന്നും ചോദിക്കുന്നുണ്ട്, ജയക്കുട്ടി ജലദോഷമാണോ. പിന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നോട് എന്നും ചോദിക്കും ജലദോഷമാണോ. അപ്പം ഞാൻ ഓർത്തു കുറേ ആയിട്ട് ഞാൻ ഹോമിയോ ഗുളിക കഴിക്കുന്ന കാര്യമല്ല നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഹോമിയോ ഗുളിക കഴിച്ചുകൊണ്ട് കുറേ നാളുകൾ ഇരുന്ന് കഴിഞ്ഞ് എന്നെ എടുത്ത് കുഴിയിൽ മണ്ണൊക്കെ മാന്തി കുഴിയിലോട്ടെടുത്ത് വെച്ചാലും ഈ ഹോമിയോ ഗുളിക കഴിച്ചുകൊണ്ടിരുന്നിരുന്ന് എൻ്റെ ജലദോഷം മാറണം എന്നുണ്ടെങ്കിൽ എനിക്ക് തന്നെ മനസ്സിലായി ഇനി എന്നെ ഞാൻ ചാകുന്ന സമയത്തെ എൻ്റെ ജലദോഷം മാറത്തുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഹോമിയോ ഗുളിക എന്ന് പറയുന്നത് കുറേ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കണം. അപ്പം എൻ്റെ ചേട്ടൻ എന്നെ ചീത്ത പറയാൻ തുടങ്ങി, എൻ്റെ ചേച്ചിമാരും എല്ലാവരും ചീത്ത പറയാൻ തുടങ്ങി. എപ്പോഴും പറയും നിനക്ക് എപ്പോഴും ഇപ്പം ജലദോഷം അങ്ങനെ. അപ്പം എല്ലാവർക്കും അറിയാം എനിക്ക് സൈനസൈറ്റിസിൻ്റെ ആണെന്നുള്ളത്. എല്ലാം ടെസ്റ്റ് ചെയ്തു കേട്ടോ, ഫുൾ റിസൾട്ട് കിട്ടി. എല്ലാം ടെസ്റ്റ് ചെയ്തായിരുന്നു കഴിഞ്ഞ ദിവസം. അത് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, കൊളസ്ട്രോൾ ഇല്ല, തൈറോയിഡ് ഇല്ല, ഒരു കുന്തോ ഇല്ല. ഉള്ളത് മാത്രം അലർജിയുടെ മൊത്തം അലർജി, എല്ലാവർക്കും ഉള്ളതിലും 3 ഇരട്ടി അലർജിയുടെ ഈ സിംറ്റം കാണിക്കുന്നുണ്ട് എനിക്ക്. അതായത് അലർജി, സൈനസിൽ നിന്ന് വരാൻ കഫക്കെട്ടല്. അപ്പം ഇന്ന് ഞാനും ചേട്ടനും കൂടെ പോയി ഡോക്ടറെ കണ്ടു കേട്ടോ. നമ്മുടെ ഇംഗ്ലീഷ് ഡോക്ടറെ കണ്ടു. നിവൃത്തിയില്ലാതെ വരുമ്പോൾ നമ്മൾ കാണിച്ചില്ലെങ്കിൽ നമുക്ക് തന്നെ അറിയാലോ, നമ്മൾ കിടന്നു കഴിഞ്ഞാൽ നമുക്ക് വേറെ ആരാ ഉള്ളത്. എൻ്റെ ചേട്ടനോട് പറഞ്ഞു, നീ കിടന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ കാര്യമാണെങ്കിലും എൻ്റെ കാര്യമാണെങ്കിലും നിനക്കാണെങ്കിലും വരാതെ വന്നാൽ പിന്നെ തീർന്നില്ലേ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ എന്താണേലും എനിക്കും തന്നെ തോന്നി എനിക്കൊരു രക്ഷയില്ല, ഇന്നും ഞാൻ പോകത്തില്ലായിരുന്നു. പക്ഷെ എൻ്റെ മനസ്സിലൂടെ ഓടിപ്പോയി. സൈനസ് വന്ന് ഇവിടെ എല്ലാം അടഞ്ഞ് എൻ്റെ കൂട്ടുകാരി, അതായത് ഞങ്ങളുടെ ഓട്ടോ പിള്ളേരെയും കൊണ്ട് പോകുന്ന സോണിക്കുട്ടി ഓട്ടോടെ അതിൻ്റെ വൈഫിന് സൈനസ് കൂടിയെല്ലാം കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ടുള്ള ഇത് പോയിട്ട് മൂക്കി ദശ വളർന്നിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ ഇടയ്ക്ക് കേട്ടോ. അതുകൊണ്ട് ഞാനും വിചാരിച്ചു ശരി, ഇത്രയും വർഷവും വെച്ചോണ്ടിരുന്നു. കല്യാണത്തിന് മുമ്പ് അച്ഛൻ എന്നെ കൊണ്ട് മെഡിക്കൽ കോളേജിൽ പോയതാണ് കേട്ടോ. ഈ സൈനസ് തലവേദന എന്ന് പറഞ്ഞിട്ട് തലയൊക്കെ സ്കാൻ ചെയ്തപ്പോൾ ഒരു കുന്തവും ഇല്ലായിരുന്നു, സൈനസിൻ്റെ ആയിരുന്നു. അന്ന് പിന്നെ നമ്മുടെ ഹിന്ദി വിദ്വാൻ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് നമ്മുടെ ഹിന്ദി ടീച്ചറിന്റെ ഹസ്ബൻഡ് നസ്യം ചെയ്യുമായിരുന്നു. അങ്ങനെ അവിടെ കൊണ്ട് എൻ്റെ മൂക്കിനകത്ത് ഈ പച്ചമരുന്നെല്ലാം വെച്ച് നസ്യം ചെയ്തിട്ട് എൻ്റെ പൊന്നെ സാറേ നീറി പുകഞ്ഞ് നല്ല കഫം ഉണ്ടായിരുന്നേ, എല്ലാം പോയേ. എന്നാലും ഇത് കുറേ വർഷം കഴിയുമ്പോൾ വീണ്ടും വരും. നമുക്കാണെങ്കിലോ സൂക്ഷയില്ല, ഐസ്ക്രീം തിന്നും, ഐസ് സ്റ്റിക്ക് തിന്നും, തണുത്ത വെള്ളം കുടിക്കും, ഇതെല്ലാം കുടിക്കത്തില്ലേ. ഇനിയും നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് കൊതി വരുമ്പോൾ നമ്മൾ കുടിക്കത്തില്ലേ. ഇന്നും ഇതും വെച്ചോണ്ട് ഗുളിക ഇന്ന് തൊട്ട് തുടങ്ങുമല്ലേ എന്നോർത്ത് വന്ന വഴിക്ക് ഇച്ചിരി തണുപ്പിട്ടേക്കാൻ പറഞ്ഞ് ഒരു ജ്യൂസ് കുടിച്ചു കേട്ടോ ഞാനും ചേട്ടനും. അപ്പോൾ പിന്നെ ആ കൂട്ടത്തിൽ പോയപ്പോൾ ചേട്ടന് ഇവിടെ എപ്പോഴും പെടലിയുടെ ഈ സൈഡിൽ വേദനയുണ്ട്. അപ്പൊ ചേട്ടനും കൂടെ കണ്ടു, ചേട്ടനും എക്സ്റേ എടുത്തു. അപ്പം എനിക്കും എക്സ്റേ എടുത്തു, ഭാര്യയ്ക്കും എടുത്തു, ഭർത്താവിനും എടുത്തു എക്സ്റേ. 2 പേർക്കും എക്സ്റേ എടുത്തിട്ട് എൻ്റെ എക്സ്റേക്കകത്ത് മുഴുവൻ ഇവിടൊക്കെ കഫം. നമ്മുടെ എക്സ്റേ ഡോക്ടർ പഠിപ്പിച്ചു തന്നു. നമ്മുടെ എക്സ്റേ ഇങ്ങനെ എടുത്തിട്ട് നമ്മളെ കാണിച്ചു തന്നു, ജയലക്ഷ്മി നോക്കിക്കേ, എക്സ്റേക്കകത്ത് നോക്കിക്കേ, ഇത് മുഴുവൻ ബ്ലാക്ക് ആയി ഇരിക്കേണ്ടതാ. എൻ്റെത് നോക്കിക്കേ, ബ്ലാക്ക് അല്ല, കൂടുതൽ ഭാഗവും വൈറ്റ് കളറുണ്ട്. അതായത് ആ വൈറ്റിന്റെ ഭാഗം മുഴുവൻ കഫം കെട്ടലാണ്, കഫം കെട്ടി നിൽക്കുന്നതാണ് കേട്ടോ. എല്ലാരും പഠിച്ചോട്ടോ, ഡോക്ടർ ജയലക്ഷ്മി പറയുന്നത് കേട്ടോളൂ. അപ്പം അതെല്ലാം വൈറ്റ് ആയിട്ടിരിക്കുന്നത് കഫം കെട്ടി നിൽക്കുന്നതിൻ്റെയാണ്. എന്നിട്ട് എനിക്ക് ഓരോ ഭാഗവും കാണിച്ചു തന്നു. ഈ അറയെന്ന് പറയുന്നത് അവിടെ ബ്ലാക്ക് ആയിട്ടിരിക്കണം, അടുത്ത അറ ബ്ലാക്ക് ആയിട്ടിരിക്കണം, ആ ബ്ലാക്കിന്റെ ഭാഗത്ത് സൈഡിൽ കൂടെ വൈറ്റ് പോയേക്കുന്നത് കണ്ടോ. മറ്റേ സിമ്പിൾ ഇട്ട് കാണിച്ചു ഇങ്ങനെ ഒരു അരമാർക്ക് പോത്തില്ല, അതിട്ട് എല്ലായിടത്തെയും കാണിച്ചു. ഇങ്ങോട്ടുള്ള ഭാഗത്ത് എൻ്റെ ചെവിക്കകത്ത് ഇന്നാൾ വന്നില്ലായിരുന്നോ, പറഞ്ഞില്ലായിരുന്നോ ഇങ്ങനെ അടഞ്ഞ് TNT കാണിച്ചപ്പോൾ
അന്ന് പറഞ്ഞ പോലെ തന്നെ ഡോക്ടറും പറഞ്ഞു ഇതെല്ലാം കഫം കെട്ടി തകർന്നു നിൽക്കുവാന്ന് പറഞ്ഞില്ല കേട്ടോ. അത് ഞാൻ എടുത്തിട്ടതാണ്. അപ്പം എന്താണേലും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഫുൾ ചെക്കപ്പ്, ബോഡി നല്ല ഇതാണ്, ഒരു കുഴപ്പമില്ല. ഈ സൈനസിന്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ. അത് ഞാൻ നിങ്ങളോടെല്ലാം എപ്പോഴും പറയത്തില്ല, എനിക്ക് സൈനസ് ഉണ്ട്. ഡോക്ടർ കുളിക്കണ്ട ജപിക്കണ്ട എന്നൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. തണുത്ത വെള്ളം കുടിക്കണ്ടെന്നൊന്നും, അതൊന്നും ഡോക്ടർമാരാണ്. നമ്മൾ വേണമെങ്കിൽ അതൊക്കെ അന്വേഷിച്ച് നോക്കുക, അല്ലെ? അത്രേ ഉള്ളൂ. പിന്നെ 5 ദിവസത്തേക്ക് മരുന്ന് തന്നു. 5 ദിവസത്തേക്ക് മരുന്ന് ഞാൻ പറഞ്ഞു, എൻ്റെ ഡോക്ടറെ ഞാൻ ഇംഗ്ലീഷ് മരുന്ന് കഴിക്കാത്തതിൻ്റെ ഏക ഉദ്ദേശം എന്നാന്നോ ഡോക്ടറെ? ഡോക്ടർ പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. നമ്മുടെ നല്ല ഡോക്ടർ കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് വയറ്റിനകത്ത് പിടിക്കത്തേ ഇല്ല, ഞാൻ അങ്ങനെ മരുന്ന് കഴിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്ക് വയറിനകത്ത് കിടന്ന് എരിയും, ഛർദ്ദിക്കാൻ വരും, ഇതൊക്കെ ഉണ്ട്. ഒന്നും പേടിക്കണ്ട, ഞാൻ നമ്മുടെ ഇതുമായിട്ടുള്ള യോജിക്കുന്ന മരുന്ന് എഴുതാം. അതിനകത്തൊരു ആന്റിബയോട്ടിക് ഉണ്ട്. ആന്റിബയോട്ടിക്കിന്റെ ഒക്കെ കളർ മാറി അല്ലേ? ഇന്നാള് പേപ്പറിൽ വന്നില്ലായിരുന്നോ വേറൊരു കളറിലെ പാക്കിംഗ് ഒക്കെയാണ്, അതുപോലത്തെയാണ് എനിക്ക് കിട്ടിയത്. ഒരു സിറപ്പ് തന്നിട്ടുണ്ട്, 2 മില്ലി രാവിലെയും രാത്രിയിലും കഴിക്കാന്. പിന്നെ ആന്റിബയോട്ടിക് ഗുളികയുണ്ട്, വൈറ്റമിൻ ഗുളികയുണ്ട്, 5 എണ്ണം ഉണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ 5 സൈസ് തന്നിട്ടുണ്ട്. പിന്നെ ഒരെണ്ണം വെള്ളത്തിൽ അലിയിച്ച് കുടിക്കാനുള്ളത് ഒരെണ്ണമുണ്ട്. പിന്നെ എല്ലാം എന്നോട് പറഞ്ഞു ഇതെല്ലാം മാറ്റിയില്ലെങ്കിൽ കുറച്ചുകൂടെ മുമ്പോട്ട് വരുമ്പോഴത്തേക്ക് ഏകദേശം ഓക്കെ ആക്കി കിട്ടുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇതെല്ലാം കംപ്ലീറ്റ് മാറ്റാൻ ഞാൻ എന്ന് പറഞ്ഞു. ഓക്കെ, കംപ്ലീറ്റ് മാറ്റാൻ നമുക്കതാണല്ലോ ആഗ്രഹം. അപ്പം 5 ദിവസത്തേക്ക് ശനിയാഴ്ച കഴിച്ചിട്ട് ശനിയാഴ്ച വരെയുള്ളത് തന്നിട്ടുണ്ട്. ചേട്ടനും അതുപോലെ തന്നെ ശനിയാഴ്ച വരെയുള്ളത് കൊടുത്തേക്കുന്നത്. 2 പേരുടെ വരണം എന്ന് പറഞ്ഞു. ചേട്ടന്റെ സ്കാനും പോട്ടെ, എക്സ്റേ എടുത്തപ്പോ കശേരിക്കളെ ഓരോന്നോരോന്നായിട്ട് നമ്മളെ കാണിച്ചു. പണ്ട് എന്റെ കശേരിക്കളെ ഇവിടെ വേന വന്നിട്ട് ജാമായിട്ടിരിക്കുന്നൊക്കെ എന്റെ എക്സ്റേ എടുത്താണല്ലോ പണ്ട്. അന്ന് ഈ ഡോക്ടറെ കണ്ട് ഇതുവരെ ദൈവത്തിന്റെ ഇതുകൊണ്ട് ഒന്നും വന്നിട്ടില്ല. ഞാൻ അത് പറഞ്ഞു, ഡോക്ടർ അങ്ങ് ഒക്കെ എടുത്ത് അവളെ കൊണ്ട് വെച്ചു. കാരണം ഞാൻ പറഞ്ഞു ഡോക്ടറെ, അന്ന് ഡോക്ടർ എന്റെ ഇവിടുത്തെ എക്സ്റേ എടുത്ത് അതിങ്ങനെ കാണിച്ചിട്ട് ഡോക്ടറെ എനിക്ക് ഇതുവരെ വേന വന്നില്ല, അതാണ് പറഞ്ഞത്. ഇപ്പൊ എങ്ങനെ ഉണ്ടാന്നൊക്കെ ചോദിച്ചു. നമ്മുടെ അടിപൊളി, ഒരു കുഴപ്പമില്ല, ഇപ്പൊ ഇതേ ഉള്ളു കുഴപ്പമൊന്നും. ഇത് ഞാൻ ഇന്നും പുറത്തൊന്നും ഇല്ലായിരുന്നു. പിന്നെ നാണക്കേട്, എല്ലാവരും ജലദോഷമാണോ എപ്പോഴും ചോദിക്കുന്നു. പിന്നെ മുമ്പോട്ട് പോകുമ്പോൾ ഇത് ഭയങ്കരമായിപ്പോയെങ്കിൽ എന്നായി, ആവി അടിക്കുമ്പോൾ കുറയും പിന്നെയും വരും, ആവി അടിക്കുമ്പോൾ കുറയും പിന്നെയും വരും, ആവി അടിക്കുമ്പോൾ പറയും, പിന്നെ അങ്ങനല്ലേ വരുന്നത്. അത് ശരിയാകത്തില്ല. കാരണം മുമ്പോട്ട് പോകുമ്പോൾ വയസ്സ് ഇപ്പൊ തന്നെ വയസ്സായി വരുന്നു. മുമ്പോട്ട് പോകുമ്പോൾ കൊച്ചുങ്ങളുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് കുഞ്ഞു വാവയൊക്കെ എടുത്ത് നടക്കണമെങ്കിൽ ഏത് നേരം ചീറ്റിയും പിടിച്ച് ആ കൊച്ചുങ്ങളെ എടുക്കാൻ പോലും നമുക്ക് നമ്മളീ തരാൻ പോലും പിള്ളേർക്കൊക്കെ അറപ്പായിരിക്കും. അതുകൊണ്ട് വേണ്ട, നമുക്ക് ഇതെല്ലാം കളയണം, അല്ലേ? ശരിയല്ലേ പറയാം? അതിനുള്ള തയ്യാറെടുപ്പൊക്കെയാണ്. അപ്പോൾ ചേട്ടന് കശേരിക്കളുടെ ഓരോന്നിന് 2 കശേരിക്കൾക്ക് ഇടയില്ല, ഒട്ടും ഇടയില്ല. പിന്നെ എങ്ങനെ വേദന വരാതിരിക്കും? വെയിറ്റ് എടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ചേട്ടനോട്. ഇനി ഞാൻ ശരിയാക്കി കൊടുക്കും വെയിറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ. ഇപ്പൊ എന്നോട് പറയാം കുറച്ച് ദിവസത്തേക്ക് തൂമ്പയൊന്നും എടുക്കണ്ട. ഞങ്ങൾ കുറച്ച് ദിവസത്തേക്കാണോ? അല്ല, തൂമ്പയൊന്നും അധികം എടുക്കണ്ട, വല്ലപ്പോഴും ഒക്കെ എടുക്കുക. പിന്നെ എപ്പോഴും ഒക്കെ എടുക്കാതിരിക്കാൻ പറ്റും അല്ലെ? അവര് പറയുന്ന അങ്ങനെയൊന്നും നമുക്ക് കേൾക്കാൻ പറ്റത്തില്ലല്ലോ. ശരിയല്ലേ പറഞ്ഞേ? കുറെയൊക്കെ നല്ലതായിട്ട് തന്നെ നോക്കണം. അതുകൊണ്ട് തന്നെ തൊട്ടുപോരുത് തൂമ്പായാലും വെട്ടരുവായാലും ഇനിയെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ചേട്ടനെ ഒരു പരുവത്തിലാക്കി ഇരുത്തിയിട്ടുണ്ട്. ചേട്ടനും 5 ദിവസം കഴിച്ചിട്ട് ചെല്ലാനാ പറഞ്ഞേക്കുന്നത്. അപ്പം ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം, 5 ദിവസം കഴിഞ്ഞിട്ട് വേണം നമുക്ക് അവിടെ ചെല്ലാൻ. പിന്നെ അപ്പം എക്സ്റേ എടുക്കാൻ നേരം എന്നോട് എല്ലാവർക്കും അറിയാലോ, എക്സ്റേ എടുക്കാൻ നേരം നമ്മുടെ സ്വർണ്ണമാല ഊരി മാറ്റുക, കമ്മൽ ഊരി മാറ്റുക. വന്നിട്ട് കമ്മൽ ഇതുവരെ ഇട്ടില്ല. അപ്പൊ ഞാൻ ഓർത്ത് ഏതായാലും ഈ കമ്മലെല്ലാം അവിടെ വെച്ച് ഞാൻ ഊരിയതല്ലേ, മുടിയൊക്കെ പൊക്കി കെട്ടാൻ പറഞ്ഞു. ഞാൻ വലിയ സ്റ്റൈലിലൊക്കെ മുടിയൊക്കെ കെട്ടിക്കൊണ്ട് പോയതാണ്. പക്ഷെ മുടി പൊക്കി കെട്ടാൻ പറഞ്ഞപ്പോൾ ഞാൻ വലിയ ഊച്ചിക്കെട്ടി ഇങ്ങനെ കൊണ്ട് വെച്ചു. ഇങ്ങനെ കൊണ്ട് ഇവിടെ കെട്ടി അപ്പൊ ആ പെൺപിള്ളേർ കുറെ പേര് പഠിക്കുന്ന പിള്ളേരുണ്ടായിരുന്നു എക്സ്റേയിലെ. അതുങ്ങൾക്ക് തന്നെ എന്നൊക്കെയാണെന്നറിയാം. പിന്നെ അതിൻ്റെ വലിയാൾ വന്നു, എക്സ്റേ എടുക്കുന്ന കൊച്ചൻ വന്നിട്ട് വന്നു, ചേച്ചി മുടി അയച്ചിടി ചേച്ചി എന്ന് പറഞ്ഞു. ഓ അയച്ചിട്ടു, അന്നേരം അയച്ചിട്ടു. ഏതായാലും ഓളിയൊക്കെ ചെയ്ത മുടിയല്ലേ, സ്റ്റൈലായിട്ട് തന്നെ ഇട്ട് കഴിഞ്ഞ് കയറി അങ്ങനെ ഒരെണ്ണം എടുത്തു ഇവിടുത്തെ. പിന്നെ ചെരിഞ്ഞ് നിൽക്കുമ്പോൾ മുടി പൊക്കി കെട്ടി വെച്ചി എന്ന് പറഞ്ഞു. ക്ലിപ്പൊന്നും പറ്റത്തില്ലല്ലോ നമുക്ക്. അപ്പൊ ക്ലിപ്പൊക്കെ അങ്ങ് മാറ്റി വെച്ചു. അങ്ങനെ നമ്മുടെ എക്സ്റേ എടുത്തു. അപ്പം നമ്മൾ ഇതുവരെ ഞാൻ കമ്മൽ തന്നെ ഇട്ടില്ല കേട്ടോ. വീട്ടിൽ വന്നിട്ടിടെ എന്ത് കാണാൻ, ആര് കാണേണ്ട ആളെൻ്റെ കൂട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് ഞാൻ വിചാരിച്ച ഏതായാലും ആ സ്വർണ്ണക്കമ്മൽ ഊരാൻ ഭയങ്കര മടിയായിരുന്നു, ഒരു വരവിൻ്റെ കമ്മലിടാൻ. അന്നാ ഏതായാലും നമ്മൾ ഊരിയല്ലോ. അന്നാ ഞാൻ ഇതുവരെ ഇടാത്തൊരു കമ്മലിന് നമുക്ക് അതും ഒരു റിങ്സ് തന്നെ കേട്ടോ ഇട്ടേക്കാന്ന് വിചാരിച്ചു എന്നും പറഞ്ഞാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നിരുന്നത് കേട്ടോ. ഇനി എത്രത്തോളം ഈ റിങ്സ് എങ്ങനെ ഇടാൻ പറ്റുമോ നോക്കട്ടെ. ഇടാൻ പറ്റുവാണെങ്കിൽ ഇപ്പം തന്നെ ഇട്ടേക്കാം, അല്ലെങ്കിൽ പിന്നെ ഇടാല്ലേ. അങ്ങനെയൊക്കെയാണ് എൻ്റെ കാര്യങ്ങളെന്ന് പറയുവാനാ. ഇട്ട് കേട്ടോ. എന്താ
നല്ലതാണോ? ചീത്തയാണെങ്കിൽ നല്ലതെന്നൊന്ന് പറഞ്ഞ് പൊക്കി വിട്ടേക്കണം എന്നെ കേട്ടോ. ഞാൻ എന്ത് കഷ്ടപ്പെട്ട് ഇന്ന് എക്സ്റേ ഒക്കെ എടുത്തിട്ട് വന്നതല്ലേ, അതുകൊണ്ട് പറയല്ലേ ചീത്തയാന്നാരും. എന്നെ സങ്കടപ്പെടുത്തല്ലോ കേട്ടോ ആരും. അപ്പം നമ്മുടെ അമ്മ വന്നിട്ട് ചോദിച്ചു, എടി നിന്റെ കമ്മൽ എന്തിയടി? വന്നപ്പോഴേ എന്നെ വിളിച്ചു, എടി കുഞ്ഞെ നിന്റെ കമ്മൽ എന്തിയടി? പേടിച്ചു പോയെന്താ, അമ്മ വല്ലവരും അടിച്ചോണ്ട് പോയത്? ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മ എൻ്റെ കമ്മൽ എങ്ങും പോയതല്ല, എൻ്റെ ബാഗിലുണ്ട്, എക്സ്റേ എടുത്ത. അമ്മയ്ക്കും എന്നെ അതൊക്കെ പ്രാക്ടീസ് ആണല്ലോ, ഞാനല്ലേ അമ്മയുടെ കൂടെ എപ്പോഴും പോകുന്നത്. എക്സ്റേ ഒക്കെ ഇന്നാണ് കുറെ പ്രാവശ്യം എടുത്തിട്ടുള്ള. അതുകൊണ്ട് അമ്മയ്ക്ക് കമ്മൽ, ഞാൻ അമ്മയുടെ കൂട്ടത്തിലുണ്ടല്ലോ എക്സ്റേ എടുക്കുമ്പോഴും അല്ല. പിന്നെ ഒരു കാര്യമുണ്ട്, എന്നാ നാളെ കശേരിക്കളുടെ ഇവിടുത്തെ വേല വന്നപ്പോഴും എൻ്റെ എക്സ്റേ എടുത്ത. അപ്പൊ കഥയൊക്കെ പോട്ടെ. എത്ര മിനിറ്റ് ആയി? 10 മിനിറ്റ് ആയി അല്ലേ? അന്നേരം ഇപ്പൊ കമ്മലപ്പൊ എനിക്ക് ഇപ്പൊ എക്സ്റേ എടുത്തോണ്ട് ഇപ്പൊ ആ കമ്മല് മാറ്റാൻ പറ്റി അല്ലേ? ശരിയല്ലേ പറഞ്ഞേ? അതുകൊണ്ട് ഈ കമ്മലൊന്നും ഇടാം. ഇതെത്ര നാളായെന്നറിയത് ഞാൻ മേടിച്ചു വെച്ചിട്ട്, എന്നിട്ടും എനിക്ക് ഇടാൻ ഇപ്പോഴാണ് യോഗം ഉണ്ടായത്. എക്സ്റേ എടുത്തപ്പോ എന്തൊരു യോഗം അല്ലേ? പോട്ടെ, ഈ യോഗം ഒന്നും ആർക്കും ഇല്ലായിരിക്കട്ടെ അല്ലേ? അങ്ങനെ നമ്മൾ ഇത്രത്തോളമൊക്കെ എത്തി. അപ്പോൾ 5 ദിവസം കഴിഞ്ഞിട്ട് ഗുളിയെല്ലാം കഴിച്ച് ഇപ്പൊ കണ്ടാണോ നിങ്ങളുടെ ജയക്കുട്ടി നല്ല മിടുക്കിയായിട്ട് ഒന്നുകൂടെ ആക്റ്റീവായിട്ട് വരും. എന്നിട്ടും ആക്റ്റീവിന് എനിക്കൊരു കുറവില്ല കേട്ടോ. ഇന്നും ഞാൻ പോത്തില്ല, പക്ഷെ പോകാൻ കാരണം ഒരു കാരണമുണ്ട്. എന്താണെന്നറിയാവോ? ചേട്ടനും അമ്മയ്ക്കും ഒക്കെ വെച്ചു കൊടുക്കുന്ന ആഹാരത്തിന് ഉപ്പുണ്ടോ പുളിയുണ്ടോ ഒന്നും മനസ്സിലാവുന്നില്ല. എന്തോ പൂർവികന്മാരുടെ പ്രാർത്ഥന കൊണ്ടാണോ, അവരുടെ യോഗം കൊണ്ടാണോ, അവരുടെ അച്ഛന്റെ ഒരു വാങ്ങല് കിട്ടിയതാണോ, എന്തോ ഒരു കൈക്കൊരിതുണ്ട്, ഇത്ര ഉപ്പിട്ട അത്ര മതി എന്നൊക്കെ ഒരു വരുന്നുണ്ട്. അതുകൊണ്ട് കറക്റ്റ് ആയിരുന്നു ഇത്രയും ദിവസം. ഒരു ടേസ്റ്റും ഒരു മണവും ഒന്നുമില്ല കേട്ടോ. മൂക്കിപ്പോഴും അടഞ്ഞിരിക്കുക, ഇതിനകത്തൊന്നും ഒരു ഗുന്തവും ഇല്ല, വായിക്കാണേ ടേസ്റ്റ് ഇല്ല, ഒന്നുമില്ല. നിങ്ങളോട് ഇതുവരെ ഞാൻ പറഞ്ഞു, എന്നാ പറയാനോ എൻ്റെ പിള്ളേരെ, ഇത്രത്തോളമൊക്കെ ആയി. പോട്ടെ, എന്നാലും ഞാൻ ഒട്ടും കൂസത്തില്ല. ഇനി ഉയർത്തു അടിപൊളിയായിട്ട് ഇപ്പോഴും ഞാൻ തന്നെ നടക്കും. ഒരു കുഴപ്പമില്ല, എനിക്കൊന്നുമില്ല കേട്ടല്ലോ. മരുന്ന് മേടിച്ചു, ഇനി ഒരു കുഴപ്പമില്ല. 5 ദിവസത്തേക്ക് വന്നു. അത് കഴിഞ്ഞിട്ട് പോകുമ്പോൾ വിശേഷങ്ങൾ അടുത്തതിനകത്ത് പറയാം കേട്ടോ. അപ്പൊ ചേട്ടനും മരുന്ന് വെച്ചാണ്ട് സന്തോഷമായി. അമ്മയ്ക്ക് പിന്നെ മരുന്ന് 1 വർഷത്തേക്കുള്ള 3 മാസത്തേക്ക് സ്റ്റോക്ക് ചെയ്ത് ബോക്സിൽ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല. ചന്തുക്കുട്ടനാണെന്നുണ്ടെങ്കിൽ ചുമയുണ്ട്, അവനും മരുന്ന് വാങ്ങിച്ചോണ്ട് വന്നു. മെഡിക്കൽ ഷോപ്പിൽ ചെന്നിട്ട് ചേട്ടൻ പറയാണ്, എല്ലാവർക്കും ഓരോന്നും മേടിച്ചോളാം. അവര് നിന്ന് ചിരിച്ച് തലകുത്തി. അവര് മുട്ടായി വാങ്ങിക്കാൻ പറയുന്ന പോലാണല്ലോ ചേട്ടൻ പറയുന്നത്, എല്ലാവർക്കും ഓരോന്നും മേടിച്ചോളാം. എന്താ എല്ലാവർക്കും ചുമയാ. അമ്മയ്ക്ക് ചുമ, കൊച്ചിന് ചുമ, എനിക്ക് ചുമ, ചേട്ടന് ജലദോഷം ഉണ്ടായിരുന്നു, ഇവിടെ വേദന ഉണ്ടായിരുന്നു. പക്ഷെ ചന്തുവിനും അമ്മയ്ക്കും മാത്രം ചുമയുടെ മരുന്ന് വാങ്ങിച്ചിട്ടുള്ളൂ കേട്ടോ. 2 എണ്ണം മേടിച്ചു, 2 പേർക്ക് ഓരോന്നും. അല്ലെ അമ്മ എങ്ങനെയാണെന്നറിയാം, അമ്മയുടെ മരുന്ന് ആർക്കും എടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ ഒന്നും പറയത്തില്ലേ, എന്നാലും ഇത് ഇത്ര പെട്ടെന്ന് തീർന്നോ എന്നൊക്കെ ഒരു ചോദ്യം വരും. അതുകൊണ്ട് അമ്മയ്ക്ക് വേറെ മേടിച്ചു, കൊച്ചിന് വേറെ ഒരെണ്ണം മേടിച്ചു. അത് തന്നെയല്ല, ഒരു ടോണിക്കെങ്കിലും മുഴുവൻ കഴിക്കാതെ ആർക്കും പോത്തില്ലല്ലോ ചുമ. ഒരെണ്ണം തന്നെ ചിലപ്പോൾ കഴിച്ചാൽ പോരല്ലേ. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ. ഇന്ന് കറിയുടെ കാര്യമൊന്നും പറഞ്ഞില്ല. എന്താ ഇന്ന് ഡോക്ടറെ കാണാൻ 9:30 കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പോയതാ. ഇപ്പം വന്നു 12:30 വന്നത്. എക്സ്റേയും വല്ല കുശാ സുനായും എല്ലാം എടുക്കണമായിരുന്നല്ലോ, അതുകൊണ്ടാണ് താമസിച്ചത്. അപ്പം എന്താ ഇന്നത്തെ കറി? രാവിലെ പോകാൻ പറ്റിയെന്നറിയാവോ? ഇന്നൊരു ചീരത്തോരൻ മാത്രമേ വെച്ചിട്ടുള്ളൂ. ചക്കക്കുരു മാങ്ങയും കറി ഇരിപ്പുണ്ട്, കുറിച്ച് പീര ഇരിപ്പുണ്ട്, ചക്ക അവിയലിരിപ്പുണ്ട്. പിന്നെ എന്തിന്റെ കുറവ്? അന്നാ ഓർത്ത് ഒറ്റ വീടിൽ അങ്ങ് വിട്ടേക്കാന്ന്. വന്ന വഴിക്ക് അടിപൊളി ജ്യൂസ് എന്ന് പറഞ്ഞാൽ ചേട്ടൻ ചോദിച്ചു, തണുപ്പില്ലാതെ നമുക്ക് കുടിക്കാല്ലേ? ഞാൻ പറഞ്ഞു, ഏതായാലും ഇന്ന് ഗുളിക തുടങ്ങുമല്ലേ, ഇന്നും കുടിച്ചിട്ട് ഐസൊക്കെ ഇട്ട് തണുപ്പൊക്കെ ഇട്ട് നല്ലതായിട്ട് അടിച്ചു പൊളിച്ചു ജ്യൂസ് കുടിക്കാന്ന് പറഞ്ഞ് അങ്ങ് കുടിച്ചു. അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ നമ്മളെല്ലാവരും കൂടെ ഷെയർ ചെയ്യുമായിരുന്നു കേട്ടോ. വർത്താനം പറഞ്ഞ് ഞാനും വല്ലതൊക്കെ പറയണ്ടേ നിങ്ങളോട്. എനിക്കും ജലദോഷമൊക്കെ വന്നു കഴിയുമ്പോൾ അതൊക്കെ ഒന്ന് ഷെയർ ചെയ്യണ്ടേ കേട്ടോ. അതുകൊണ്ട് ആരും പേടിച്ചൊന്നും ഇരിക്കേണ്ട, എന്ത് വന്നാലും കുഴപ്പമൊന്നുമില്ല ആർക്കും കേട്ടോ. എനിക്കും കുഴപ്പമൊന്നുമില്ല. മരുന്ന് ഭയങ്കരമായിട്ട് വരുമ്പോൾ എല്ലാവരും പോയി മേടിക്കുക. ഇതുപോലെ ഗുണവും മണവും ഒന്നും ഇല്ലാതെ വന്നാൽ മേടിക്കാതിരിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ തന്നെ കാണാം. ടാറ്റാ.